തകർപ്പൻ സ്കിറ്റുമായിട്ട് നമ്മുടെ മുന്നിലേക്ക് എത്തുകയാണ് ടീം ഫൺ സ്റ്റാർസ്. അമ്മ അമ്മോ അയ്യോ ഇവിടെ ആരുമില്ലയോ? വയറ് വേദനിച്ചിട്ട് വയ്യായേ. ഇന്നലെ രാത്രി കൊണ്ടുവന്ന് ഇവിടെ കിടത്തിയതാണ്. എപ്പോ ചോദിച്ചാലും പറയും ഒബ്സർവേഷൻ. ഇവിടെ ആരുമില്ലയോ? വയറ് വേദനിച്ചിട്ട് വയ്യ, ആരുമില്ലയോ ഇവിടെ? സർക്കാർ ആശുപത്രിയുടെ കാര്യം എങ്ങനെ എത്ര പറഞ്ഞാലും ഇത്രേ കിട്ടുള്ളെന്നറിയാം. പക്ഷേ ഈ സുക്കൂറിനോട് കാണിച്ച കളി ഞാൻ കാണിച്ചു കൊടുക്കും. അയ്യോ, സുക്കൂറിന്റെ അടുത്താ കളി. സുക്കൂറിന് എത്ര കണ്ടേക്കുന്നേ. പുതപ്പിന് നീളവും ഇല്ലയോ? ഇരിയില്ല. അയ്യോ അയ്യോ അയ്യോ, ഓടി വരണേ, എനിക്ക് വയറുവേദനിക്കുന്നേ. ആരാണ് ഈ ഗർഭിണിയെ കൊണ്ടൊന്ന് ഇവിടെ കടത്തിയത്? നോ ഐഡിയ. ഹലോ, ആരാണ് ഇവിടെ കൊണ്ട് കടത്തിയത്? നോ ഐഡിയ. നോ ഐഡിയ? ആരാണോ നോ ഐഡിയ? എവിടെ നോ ഐഡിയ? ഒരു പെൺകുട്ടി ഇവിടെ കൊണ്ട് കടത്തിട്ട് എവിടെ പോയടാ? നോ ഐഡിയ, നോ ഐഡിയ, നോ ഐഡിയ. അയ്യോ അതല്ല, എനിക്കറിയില്ല എന്നാ പറഞ്ഞേ. അറിയില്ലെന്ന്? അപ്പൊ കൂടെ വേറെ ആരും ഇല്ലേ? ആരും വന്നില്ല. ഒറ്റയ്ക്കാണോ? അപ്പൊ മോള് പേടിക്കണ്ട കേട്ടോ. മോക്ക് എന്തുണ്ടെങ്കിലും ഈ ചേട്ടൻ കൂടെ കാണും. മോളെ കൂടെയും മോളെ വയറിന്റെ കൂടെയും. പിന്നെ മോൾ ഇവിടെ കിടക്കേണ്ട ആളല്ല, അങ്ങ് മുകളിലത്തെ നിലയെ കിടക്കേണ്ട ആളാണ്. അപ്പൊ ചേട്ടൻ കൊണ്ടുപോട്ടെ. മഞ്ചാടി കൊമ്പത്തെ ചിങ്കാരത്തമ്മേ മഴ. വെറൈറ്റി ആണല്ലേ, ആളറിയാതിരിക്കാൻ വേണ്ടി മീശയൊക്കെ വെച്ച് വന്ന് നിൽക്കുകയാണല്ലേ. ആരാടാ നീ? ഷുക്കൂർ 40 വയസ്സ്. ഞാൻ ജബ്ബാർ 38 വയസ്സ്. എന്താ വിഷയം? വയറുവേദന, അസഹ്യമായ വയറുവേദന. വയ്യ, ഈ വയറും കൊണ്ട് ഇരിക്കാൻ വയ്യ. അത് ശരി, ഇയാൾ വയറും കൊണ്ടാണ് ഇരിക്കുന്നത്. നമുക്കൊക്കെ ഇരിക്കാനാണ് ദൈവം ഈ സാധനം തന്നേക്കുന്നത്, അതുകൊണ്ടാണ് നമ്മൾ ഇരിക്കുന്നത്. അയ്യോ അതല്ല പറഞ്ഞത്, ഇത് പാരമ്പര്യമായിട്ട് കിട്ടിയതാ. ആണോ? നമ്മുടെ വീട്ടിൽ പലർക്കും ഉണ്ട്. ഉണ്ട്. എന്റെ ഉമ്മൂമ്മയ്ക്ക് ഇതുപോലെ വയറ്റു നോവായിരുന്നു. മൂമ്മയ്ക്കാണെങ്കിൽ വയറ്റ് നോവല്ല, പേറ്റ് നോവ്. അങ്ങനെ വരാൻ വഴിയുള്ളൂ. അയ്യോ, ഇവിടെ കടന്ന് ബഹളം വെച്ചിട്ട് യാതൊരു കാര്യമില്ല. കൂട്ടിരിപ്പിന് ആരെങ്കിലും വന്നിട്ടുണ്ടോ? ആരും വന്നിട്ടില്ല. ആരും വന്നിട്ടില്ലേ? ഇല്ല. അത് ശരിയാവത്തില്ല, കൂട്ടിരിപ്പിന് ആള് വേണം. കല്യാണം കഴിച്ചതാണോ? കല്യാണം കഴിച്ചതാ. എങ്ങനുണ്ട്? ആര്? ആര്യ? ആണില്ലേ? ഇപ്പൊ കൊണ്ടുവരാൻ എനിക്കൂടെ ഒന്ന് കാണാറുന്നല്ലോ. കൂട്ടിരിപ്പിന് ഭാര്യയെ കൊണ്ടുവരാത്തത്? അവളൊരു കല്യാണത്തിന് പോയി. അപ്പൊ പിന്നെ കുട്ടികളെങ്കിലും കൊണ്ടുവന്നൂടെ? എനിക്ക് കുട്ടികളില്ല. അയ്യോടാ അച്ഛനാ, ഈ വയറും താങ്ങി പിടിച്ചോണ്ട് കറങ്ങി ഓടി നടന്നിട്ട് കാര്യമില്ല. പിക്കപ്പ് വേണം. അങ്ങനെ പറയാം. എന്റെ വീടിന്റെ അപ്പുറത്തെ സുദർശനൻ, അവന് പിള്ളേർ 5 ആണ്. അയ്യോ, പിക്കപ്പ് പോയിട്ട് ഒരു സൈക്കിൾ പോലും ഇന്നേ വരെ ഞാൻ കണ്ടിട്ടില്ലേ. അടുത്ത് തുടങ്ങി. ഡോക്ടറായിരിക്കും. ഇത്രേ സമയമായി, ഇപ്പോഴെങ്കിലും വിളിക്കാൻ തോന്നിയല്ലേ. ഹലോ, ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് ഈ കാര്യം ചോദിച്ച് എന്നെ ഇങ്ങോട്ട് മേലെ വിളിച്ചു പോരുന്നത്. ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, അവസാനമായിട്ട് ഞാൻ പറഞ്ഞു തരികയാണ്, ഇനി ഒരിക്കലും ഈ കാര്യം ചോദിച്ച് എന്നെ വിളിക്കരുത്. ഇവിടെ 1-ാം വാർഡ് പട്ടി വാർഡ്, 2-ാം വാർഡ് ആമ വാർഡ്, 3-ാം വാർഡ് പൂച്ച വാർഡ്. മനസ്സിലായല്ലേ? ഇനി മേലെ എന്നെ ഇങ്ങോട്ട് വിളിച്ചു പോരുത്. അഥവാ വിളിക്കണമെങ്കിൽ ഡോക്ടർ വന്നിട്ട് വിളിച്ചാൽ മതി. ഓക്കെ, വെച്ചോ. എനിക്കറിയാൻ മേലെ ഒരു കാര്യം ചോദിക്കുക. എന്ത്? ഇത് മൃഗാശുപത്രിയാണോ അതോ മനുഷ്യരെ ചികിത്സിക്കുന്ന ആശുപത്രി? താൻ ഇവിടെ കിടക്കുന്നിടത്തോളം ഇത് മൃഗാശുപത്രിയാണ്. പട്ടി കടിച്ചു കൊണ്ട് തന്നെ കടത്തുന്നവനെ പട്ടി വാർഡ്, പൂച്ച മാറ്റി കൊണ്ട് കടത്തുന്നവൻ പൂച്ച വാർഡ്. അങ്ങനെ വാർഡുകൾ നമ്മൾ തിരിച്ചിരിക്കി ഒരു വെറൈറ്റി ആയിട്ടാണ് നമ്മൾ ഈ ഹോസ്പിറ്റൽ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. അത് ശരി. അപ്പൊ ബ്രെഡും മുട്ടയും കിട്ടും. ബ്രെഡും മുട്ടയില്ല, ബെഡും മൂട്ടയും. വേണമെങ്കിൽ അതിൽ പോയി കിടക്കും. ഡോക്ടർ ഉണ്ടോ? ആ, ഡോക്ടർ വരും. വരുവോ? അയ്യോ, വയറുവേദനയും കൂടെ പനിയും. അയ്യോ, പനിയുണ്ടോ? പനി എങ്ങനെ വന്ന്?
അത് ചോദ്യം. ആ കഥയാണ്. ഇന്നലെ രാത്രി 12:30 മണി ഉഹും. പെരുമഴ, ഉം. അതിന്റെ കൂടെ മിന്നലും. ഓ കിടുകിടാന്നടിക്കുന്ന തണുപ്പ്. മഴയല്ലേ, തണുപ്പ് കാണും. ഞാൻ ഇങ്ങനെ മൂടി പുതച്ചകത്തിങ്ങനെ ഇരിക്കുന്നു. ഉം. അപ്പൊ ഉണ്ടടാ ടക് ടക്. കതവിലാരോ മുട്ടി. ആ, ഞാൻ കിടുകിടാന്ന് പേടിച്ച് ആ, പതുക്കെ അങ്ങോട്ട് ചെന്നു. ആ. വാ ആ. കൂട്ടിന് വാ. ചെന്നിട്ട് കുറ്റി ഇങ്ങനെ എടുത്ത് ആ. അതെന്തോന്ന്? കതവ് തുറന്നത്. ഇച്ചിരി എണ്ണ ഇട്ട് കൊടുക്കണം വിചാരിക്കും. ഈ പാതിരാത്രി ഒറ്റയ്ക്കിടക്കുന്ന ഞാൻ എണ്ണയെടുക്കാൻ എവിടെ പോടാ തണ്ടി. കണ്ടത് എന്താന്നറിയോ? എന്താ? തലേ കൂടെ മഞ്ഞ പുതപ്പ് വിട്ട് അയ്യോ, വടിയും കുത്തി പിടിച്ച് ദാ ഇങ്ങനെ നിൽക്കുന്നു. ആര്? പനി. എന്തു വേണമെന്ന് ചോദിച്ചു, ഒറ്റ കയറ്റം ചാടി ഇങ്ങോട്ട്. അങ്ങനെ പനി വന്നു. ഏയ്, നിനക്ക് വയറ്റിനകത്തല്ല വേദന വരേണ്ടത്. നിന്റെ 2 കാലും കൂടെ പിടിച്ചങ്ങ് ഓടിക്കണം. എന്നിട്ട് പ്ലെയർ വെച്ച് നിന്റെ ഈ നഖ ഊരിയെടുക്കണം. എന്നിട്ട് നിന്നെ തീക്കകത്തൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടിക്കണം. കണ്ണിലും തീ ഇച്ചിരി ഇടണം. നാക്കി ചേർക്കണം. എന്നാ പിന്നെ ഞാൻ പളനി പോയാ പോരെ? അതാണ് നിനക്ക് അയ്യോ, നല്ലത്. വയറ് വേദനിക്കുന്നേ. അയ്യോ മണി 12 സൈറം മുഴങ്ങി. ഇതുവരെ ഡോക്ടർ വന്നിട്ടില്ല. അയ്യോ സൈറൻ അടിച്ചതല്ലേ, ഞാനാണ്. ഡോക്ടർ ഉണ്ടോ? ആ വരുവായിരിക്കും. കേറി വാ. അയ്യോ എനിക്ക് വയ്യായേ, എന്നെ നടുവയ്യായേ. അയ്യോ, അയ്യോ, എന്നെ വെടിവെച്ചു കൊല്ലല്ലേ. ഓ, വെടിവെച്ചതല്ല, ഇവിടെ കിടന്ന് ബഹളം വെക്കല്ലേ. ഡേ, ഡേ, ഡേ എന്ന് വിളിച്ചതാ. എന്നെ ഒന്ന് നോക്കൂ. ആ, നോക്കാം. ഉണ്ടല്ലേ? കൊള്ളാം, അടിപൊളി. 6 അടി പൊക്കം, വെളിവിള കുടുകുട, പച്ച സത്ത്, ചേരുന്ന മുണ്ടുക, പച്ചക്കര, ഉപ്പുമാങ്ങ ഭരണിയിലിട്ടതുപോലൊരു വയറും. ലോക ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരുത്തം വയറും കൈ താങ്ങി പിടിച്ചോണ്ട് എന്നെ ഒന്ന് നോക്കുവോന്ന് ചോദിക്കുന്നത്. അയ്യോ ഒന്നും പറയണ്ട, എന്റെ നടു ഒടിഞ്ഞ്, കൈ ഒടിഞ്ഞ്, കാലൊടിഞ്ഞ്, എനിക്ക് അനങ്ങാൻ വയ്യ. അതുകൊണ്ടാ. എങ്ങനെ ഒടിഞ്ഞ്? നിക്കർ വരിയതാ. നിക്കറൂരുമ്പോ എങ്ങനെയാ കയ്യും കാലും ഒടിയുന്നത്? അതായത് ആ. ഞാൻ ചക്ക അടക്കാൻ വേണ്ടി പ്ലാവി കയറി. ആ. അവിടെ ഇരുന്ന് ഉറുമ്പ് അടിച്ചപ്പോ അങ്ങ് നിക്കർ ഊരി താഴെ വീണ് ദിം. എന്നിട്ട് ആരും കണ്ടില്ലേ? അമ്മമ്മ ഉണ്ട്. അമ്മൂമ്മയൊന്നും പറഞ്ഞില്ലേ? അമ്മമ്മ എങ്ങനെ പറയും? അമ്മമ്മേരെ മണ്ടേ കൂടെ അല്ലേ വീണത്. നാളെയാണ് സഞ്ജയനം. ആണാ? അമ്മമ്മ അടക്കം പറഞ്ഞില്ല. മുതുക്ക് കളവ് ചത്ത് മേലോട്ട് പോയാലും പുള്ളിയുടെ അടക്കം പറഞ്ഞിട്ട് ഇതുവരെ തീർന്നില്ലേ? അതല്ലെന്ന്, ഞാൻ മരണം പറഞ്ഞു തീർന്നില്ല. എന്റെ ദൈവമേ, എന്റെ കയ്യും കാലും ഒക്കെ ഒന്ന് ശരിയാക്കി എന്നെ ഒന്ന് പെട്ടെന്ന് വിടുവിടുന്നു. അയ്യോ പെട്ടെന്ന് വീട്, അയാൾക്ക് മരണം പറഞ്ഞു തീർക്കാവുള്ളതാണ്. അയ്യോ അതല്ല, നാളെ സഞ്ജയനാണ്. ഇഡ്ഡലി സാമ്പാറും തിന്നണോ എനിക്ക്. അയ്യോ ഡോക്ടറെ വിളി. ഡോക്ടറെ തന്തയ്ക്ക് വിളിക്കണോ തള്ളയ്ക്ക് വിളിക്കണോ? അയ്യോ അതല്ല, ഡോക്ടറെ വിളി. Look like a noche le da. Shakalaka baby, shakalaka baby. Tuche ye noche le da. എന്താണ് ഇവിടെ? ഒന്നുമില്ല. ഡോക്ടർ ഇപ്പൊ വരും, ആരും മിണ്ടരുത്. അതെന്താ ഡോക്ടർ എല്ലായിടത്തും ദേഷ്യത്തിലാണോ? നോ, പുള്ളിക്കാരൻ ഭയങ്കര സ്ട്രിക്റ്റാ. ആ, പറഞ്ഞു തീർന്നില്ല, അതോ വരുന്നു ഡോക്ടർ. അയ്യോ, ഇതെന്തോ സാധനം ഡോക്ടറെ? ചൂട് സമയല്ലേ, വായിക്കകത്ത് ഭയങ്കര ചൂടാണ്ട് കാറ്റടിച്ചതാ. 10-20 വർഷമായി എൻ്റെ കൂടെ പണിയുന്നവനാ. അവ എന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അളക്കും. അളപ്പുകാരാ, ഞാൻ വെച്ചിട്ടുണ്ട് നിനക്ക്. ഡോക്ടറെ ഓപ്പി ഉണ്ടാ? ഇല്ല, ജവാനുണ്ട് അടിക്കുന്ന. അയ്യോ അതല്ല, ഇവിടത്തെ ഓപ്പി ഉണ്ടാന്ന്. അല്ല ഡോക്ടർക്ക് എന്നെ മനസ്സിലായില്ലെന്ന് തോന്നുന്നു. ഇല്ല, ആരാ? ഞാൻ ജോഷി. അയ്യോ, നിറക്കൂട്ടും 2020 ഒക്കെ ഞാൻ 10-20 പ്രാവശ്യം കണ്ടു കേട്ടോ ജോഷി. ആ 2020
മോഹൻലാൽ മേളിൽ നിന്ന് മമ്മൂട്ടിയെ പിടിച്ച് കണ്ണാടി പൊളിച്ചൊരു ചാട്ടം ഉണ്ടല്ലോ. സത്യം പറയാം, ഞാൻ ഇപ്പോഴും ആലോചിക്കുന്ന അതാ, ആ ക്യാമറ എവിടെ കൊണ്ടാ വെച്ചത്? അയ്യോ, ഞാൻ ആ ജോഷിയല്ല. പിന്നെ? ഞാൻ ചക്കടക്കാൻ കയറി പ്ലാവിന്ന് വീണ ജോഷി. ചക്കയടക്കാൻ പ്ലാവിന്ന് കയറി അവിടെ നിന്ന് നിക്കറൂരി താഴെ വീണ ജോഷി. നീ ജോഷിയല്ല, പിന്നെ ചക്കടക്കാൻ കയറി വീണ വിവരദോഷി. എടാ, ആരെങ്കിലും ചക്കടക്കാൻ വരുമ്പോൾ നിക്കറൂരോടാ, നീ തറ വീണപ്പോ ആ ചക്ക ലജ്ജിച്ച് കാണും. എന്ത് ചെയ്യുമെന്ന് പറ. ഡോക്ടറെ, പിന്നെ ആ. ദാണ്ട ഞങ്ങൾക്ക് പാരമ്പര്യമായിട്ട് ആയുർവേദമാണ് വീട്ടിലെല്ലാരും നോക്കണം. ആ. പക്ഷെ എനിക്ക് അലുവാ പൊതിയാണ് ഇഷ്ടം. എങ്ങനെ? അലുവാ പൊതി. ജബ്ബാർ, യെസ്. ആ ഓപ്പറേഷൻ തിയേറ്ററിൽ പോയി ആ. ഞണ്ടിന്റെ കണക്കിന് കത്രികയുണ്ട്, ഇങ്ങെടുത്തോണ്ട് വാ. അതെന്തിനാ? ഇവന്റെ വയറ് കുത്തി പൊട്ടിക്കാൻ. എടാ, അലുവാപ്പൊതിയല്ല, പിന്നെ? അലോപ്പൊതി. ഓ, എന്ന് വെച്ചാ എന്ന് വെച്ചാൽ നിന്നെ പോലുള്ള രോഗികൾ രോഗമായിട്ട് ഇവിടെ വരും, എന്നെ പോലുള്ള ഡോക്ടർമാർ ചികിത്സിക്കും. അത് രോഗം കണ്ടുപിടിച്ചിട്ട് ഹലോ ആ. പൊതി എടുത്തോണ്ട് വരൂ. അതാണ് ഹലോ പൊതി. അതെവിടെ കിട്ടും? അതെവിടെ കിട്ടും? ജബ്ബാർ, യെസ്. ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് ആ. ആ ഞണ്ടിന്റെ കത്രിക 2 എടുത്തോ. അതെന്തിനാ? ഇവന്റെയും വയറും കുത്തി പൊട്ടി. അയ്യോ, ഡോക്ടറെ, പിന്നെ ആ. ദാണ്ട എന്റെ കൈ ഒന്ന് ഒടിഞ്ഞിട്ടുണ്ട്, എന്തെങ്കിലും ചെയ്യണമെന്ന് നോക്കിയേ. എക്സ്റേ എടുക്കണം. പിന്നെ കുനിഞ്ഞിട്ട് ഒരു പേപ്പർ എടുക്കാൻ വയ്യാത്ത ഞാനാണ് ഇനി എക്സ്റേ എടുക്കാൻ പോകുന്നത്. ഇങ്ങനെ കൊണ്ട് വല്ലതും ചെയ്യാൻ പറ്റുമോ? എന്തുവാടാ? എന്താന്ന്? ഗവൺമെന്റ് ആശുപത്രി ഡോക്ടർ ഇങ്ങാരാന്നാ? എടാ, ലോകം ചുറ്റി സഞ്ചരിച്ച ഡോക്ടർ ചക്രവാണി MBBS ഇപ്പൊ ശരിയാക്കി തരാം. അതുകൊണ്ട് ആ കാണുന്ന മഞ്ഞ പെയിന്റ് അടിച്ച വീടാണ് ഡോക്ടറുടെ വീട്. അവിടെ നിന്ന് ഇവിടെ നടന്നു വരാൻ 3 മിനിറ്റ് മതി. ആ 3 മിനിറ്റ് കൊണ്ട് 34 ചുമയും 4-5 എന്നെ കൊണ്ടൊന്നും പറയരുത്, നാറ്റ കേസ് ലോകം സഞ്ചരിച്ചെന്ന്. അയ്യോ, യവനെ ഞാൻ മിക്കവാറും ഞണ്ടിന്റെ കത്രിക എടുക്കും. എടാ, ഞാൻ ലോകം ചുറ്റി സഞ്ചരിച്ച മനുഷ്യനാ. ആണോ? ഞാൻ നേരത്തെ ഗൾഫിലല്ലായിരുന്നോ? ഗൾഫിൽ ഞാൻ അവിടുത്തെ ഡോക്ടറല്ലായിരുന്നോ? ആണോ? അവിടുത്തെ ഗൈനക്കോളജിസ്റ്റ് ആയിരുന്നു ഞാൻ. ആണോ? പിന്നെ അറബികൾക്കൊക്കെ എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അറബികളെ ഭാര്യമാരെ പ്രസവിപ്പിക്കൊണ്ട് എന്റെ ഹോസ്പിറ്റലല്ലേ. ഇത് ഞാൻ ഒരു ദിവസം ഇങ്ങനെ ഇരിക്കുമ്പം ഒരു അറബി കരഞ്ഞോണ്ട് കയറി വരുന്നു. ഞാൻ ചോദിച്ചെന്ത് മത്കാൽ ബാല എന്ന് വെച്ചാ അറബിയുടെ ഭാര്യക്ക് പ്രസവിക്കണമെന്ന്. ഞാൻ പറഞ്ഞു സെലോ ബട്ട എന്ന് വെച്ചാ കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പൊ പറഞ്ഞു അവക്ക് ഭയങ്കര പേടിയാന്ന്. ഞാൻ അവരെ പേടിക്കണ്ട, കൊണ്ടുവരായി. കൊണ്ടുവന്നുള്ളതിന് ഓപ്പറേഷൻ കയറി ടക്ക് ഒന്ന് വിട്ടു, പറഞ്ഞു വിട്ടു. മഹാത്ഭുതം. അത് കഴിഞ്ഞ് വേറൊരു അറബി ഭാര്യയെ കൊണ്ടുവന്നു, ഓപ്പറേഷൻ കയറി ടക്ക് ടക്ക് ഇരട്ട പ്രസവം. അപ്പോഴേ പറഞ്ഞു. അത് ഷേക്ക് അറിഞ്ഞു. ഷേക്കിന്റെ ഭാര്യയെ കൊണ്ടുവന്നു, ഓപ്പറേഷൻ കയറി ടക്ക് 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 ടാ. അതെന്താണ് ഈ ടക്ക് 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 ടാ? ഒറ്റ പ്രസവത്തിൽ 6. ഈ ഷേക്കിന്റെ പേര് ഷേഖ് അസ് അലിബാബ. ആ, അപ്പൊ ഇനി 41 ടക്ക് ടക്കൂടെ ഉണ്ട്. അതെന്ത്? അല്ല, അലിബാബ ഈ 41 കള്ളന്മാരും എന്നാണല്ലോ. ഒരു കാര്യം ചെയ്യൂ, കത്രികയോടൊപ്പം ആ പ്ലെയർ കൂടെ എടുത്തോളൂ. അതെന്തിന്? ഇവന്റെ നാക്ക് വലിച്ചു പുറത്ത്. അല്ല ഡോക്ടറെ, എനിക്ക് ആകെ നെഞ്ചൊക്കെ അങ്ങ് ഇടിക്കുന്നു. ഡോക്ടറിന്റെ BP ഒക്കെ ഓക്കേ. പിന്നെ ഒരു കാര്യം പറയാനുള്ളത് വെച്ചാൽ ആശുപത്രിയിൽ വരുമ്പോൾ ഡോക്ടർമാരോട് മാന്യമായിട്ട് പെരുമാറണം. അത് പെരുമാറാം. കയ്യിലോട്ട് കയറ്റു. കയറ്റി. ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ സാധനമാണ്, കറണ്ട് അടിച്ചാൽ എന്നൊന്നും പറയും. ഇവിടെ മാറി ചാടി ഉടനെ അവിടെ പോയാ. നീ ഇവിടെ വരൂ. എന്താണ് പേര്? മറന്നുപോയല്ലേ? അവിടെയോ? നിന്റെ ശുക്കൂർ. ശുക്കൂർ. നിന്റെ പേരെന്താണ്? എന്റെ ഒരു ബാബു. ബാബു. ശരി, ഓക്കെ. കാലുകൾ 2 കൂട്ടയൂ. കൈകൾ 2 കൂടയൂ. നീട്ടിപ്പിടിക്കൂ കൈ 2. കണ്ണുകൾ പുറത്തേക്ക് തള്ളൂ. നാക്ക് പുറത്തേക്കിട്ടേ. ഏതെങ്കിലും ഒരു ശബ്ദം പുറപ്പെടുവിക്കൂ. തലയാട്ടു. കോക്രോച്ച് കാണിക്കുന്നതാണ് മനുഷ്യനെ പേടിപ്പിക്കുക. എന്തെങ്കിലും പറഞ്ഞാൽ ഞങ്ങൾ ചെയ്യാതിരിക്കും. ഡോക്ടറെ, ഡോക്ടർ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇവർക്ക് 2 പേർക്കും ഓരോ ഇഞ്ചക്ഷൻ കൊടുത്താൽ മതി. ഇഞ്ചക്ഷൻ കൊടുത്താൽ മതി. തീരാവുന്ന കേസുകൾ ഇഞ്ചക്ഷൻ കൊടുത്താൽ മതി. നിനക്ക് ഇഞ്ചക്ഷൻ മതിയാ? മതി. നിനക്കോ? മതി. ബാഹുബലി വേണോ കട്ടപ്പ വേണോ? അയ്യോ, അതെന്തുവാ? എടാ, കട്ടപ്പ എന്ന് പറഞ്ഞാൽ നേഴ്സ് പുറകെ കൂടെ വന്ന് കുത്തും, ബാഹുബലി എന്ന് പറയാൻ പണ്ടി കൂടെ വന്ന് കുത്തും. ഡോക്ടർ എന്ത് ഭാഷയൊക്കെ സംസാരിക്കുന്നത്? എന്താടേ? ഇവരുടെ ഇങ്ങനെയൊക്കെയാണ് ചികിത്സ നടത്തുന്നത്. പിന്നെ? ഡോക്ടർ എന്ന് പറഞ്ഞ് ഓട്ടോ എടുത്തോണ്ട് വന്ന് നിന്നാ മതിയോ? ഇങ്ങോട്ട് മാറിയില്ലേ? ഞാൻ കാണിച്ചുതരാം. ഇങ്ങോട്ട് വന്നേ, ഇങ്ങോട്ട് മാറിക്കോ.
തനിക്ക് എന്തോന്ന് പറഞ്ഞ അസുഖം? എനിക്ക് ഭയങ്കര കൈ കാലും ഒക്കെ ഒടിഞ്ഞ് നടു ഒടിഞ്ഞിരിക്കും. കൈയും കാലും ഒടിഞ്ഞു. ഇതിനകത്ത് നമ്മൾ ഡൊപ്ലാജിക്കേഷൻ ഡെമാർക്കഡോ എന്ന് പറയുന്ന ഒരു മരുന്നുണ്ട്. അത് പേടിച്ചിട്ട് ജിഗ്ണ തേച്ച് പിടിച്ചു കഴിഞ്ഞാൽ 3 ദിവസം കൊണ്ട് മാറി കിട്ടും. അല്ല, പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതൊക്കെ കേട്ട് പഠിച്ചു. ഇങ്ങനെയുള്ള മരുന്നുകളൊക്കെ പലതൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. തനിക്ക് എന്താ അസുഖം? ഗ്യാസ്. അപ്പൊ നമുക്ക് മിഡില ഉപ്പളം കിട്ട റിംബ കെട്ട റുംബ എന്ന് പറയുന്ന 2 സൈസ് മരുന്നുണ്ട്. അത് മേടിച്ച് 3 നേരം കഴിക്കുക. 4 ദിവസം കൊണ്ട് ഓക്കെ. ഇത്ര കേസേ ഉള്ളൂ. അതിന് വെറുതെ അങ്ങേര് കിടന്ന് ജഗ് ഇതൊന്നും കേൾക്കേണ്ട കാര്യമില്ല. ഓ ആയ എന്തായാലും ഡോക്ടർ സാർ മനസ്സറിഞ്ഞ് തന്നതല്ലേ. അപ്പം നമ്മൾ സമയത്തിന് കയ്യും കയറത്തും. അല്പം ആശ്വാസം. ആളിനെ വേണ്ടത്ര അങ്ങോട്ട് മനസ്സിലായിട്ടില്ലാന്ന് തോന്നുന്നു. തനി രാവണനാ, 10 തലയാ, ബാക്കി 9 വീട്ടിൽ വെച്ചേക്ക്. ഇവന്റെ സ്വന്തമായിട്ട് 3 പ്രബന്ധങ്ങളുണ്ട്. കണ്ടിട്ടുണ്ടോ? കാണാത്തത് ഭാഗ്യം. ചുമ്മാ വെറുതെ ഇരുന്നേ ഉള്ളു. സാരമില്ല, സാധാരണക്കാരന് ഒരു ആഗ്രഹം കാണും, അല്ല വെറുതെ ഡോക്ടറായിട്ടൊക്കെ ഇരിക്കണമെന്ന്. സാർ പറഞ്ഞപ്പം നമ്മളൊക്കെ സാധിച്ചു കൊടുക്കണം. ഇരുന്നേ ഉള്ളൂ. മനസ്സിലായില്ലല്ലേ? ഡോക്ടർ ജബ്ബാർ MBBS FRCS മാമ്പുഴ യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കറ്റ് കിട്ടിയത്. FSCT ഫാക്ടറിയിലെ വളവിട്ടാ പോലും കളിക്കില്ല, കുരുടിച്ചു പോയി. അല്ല എന്തോ പറഞ്ഞപ്പോ ഇരുന്നേ ഉള്ളു. ഇരുന്നോളൂ, അത് വെറുതെ ഇരിക്കൂ. ആയിക്കോട്ടെ. എണീടാ പട്ടി. ആരെങ്കിലും ഇരിക്കാൻ വേണ്ടി ചാടിക്കയറി ഇടിക്കും. 20 വർഷം കൊണ്ടുണ്ട്. 10ാം ക്ലാസ് തോറ്റവനാ, അവന് ഡോക്ടർ ആവണം പോലും. നീ ആ ഒരു കാര്യം ചോദിക്കട്ടെ, നിനക്ക് നിന്റെ ഭാര്യ സംശയമുണ്ടോ? എനിക്ക് അവളെ യാതൊരു സംശയമില്ല. സംശയമില്ല? 10 വർഷം ഞങ്ങൾ കല്യാണം കഴിച്ചിട്ട് 10 വർഷമായി. ഇതുവരെ ഞങ്ങൾക്ക് തമ്മിൽ യാതൊരു സംശയമില്ല. എനിക്ക് ഭയങ്കര വിശ്വാസമാണ് എന്റെ ഭാര്യയെ. ഒരാഴ്ച മുമ്പ് ഞാൻ തിരുവനന്തപുരത്ത് ന്യൂ തിയേറ്ററിൽ സിനിമ കാണാൻ പോയപ്പോ ഒരു പച്ച സാരി കൊടുത്ത് നിന്റെ ഭാര്യ വേറൊരു പയ്യനുമായിട്ടൊരു സിനിമ കാണുന്നത് കണ്ടു. കണ്ണൻ പച്ച സാരി ഞാൻ ബർത്ത്ഡേക്ക് മേടിച്ചു കൊടുത്തത് ആണല്ലേ? അതിന്റെ 2 ദിവസം കഴിഞ്ഞപ്പോ ഞാൻ ആ പോത്തിസിലൊന്ന് പോയി. അതിന്റെ അകത്ത് നിന്റെ ഭാര്യ ഒരു പയ്യനുമായിട്ട് പർച്ചേസ് ചെയ്യുന്ന കണ്ടു. ഒരു 4 മണി സമയമാണോ? അതെ. ബിജു, എനിക്ക് തോന്നിയിട്ടുണ്ട് അങ്ങനെ ചില സംഭവങ്ങൾ കറങ്ങി നടക്കുന്നുണ്ട്. ഞാൻ ഇന്നലെ പാളയം വഴി പോയപ്പോ ആ രക്തസാക്ഷി മണ്ഡപത്തിന് മുമ്പിൽ മുടി നീട്ടി വളർത്തിയ ഒരു പയ്യനുമായിട്ട് ശൃംഗരിക്കുന്ന കണ്ടു. ബൈജു. അല്ല, ഞാൻ വേറൊരു കാര്യം ചോദിച്ചിട്ട്, ഈ നമ്മളെ തമ്പാനൂര് വഴി വരുന്ന ഡോക്ടർ എന്തിനാ ഈ പാളയം വഴി വന്നത്? നിനക്ക് നിന്റെ ഭാര്യ സംശയമുണ്ടോ? ഉണ്ടോ? ഇല്ല. എങ്കിൽ എനിക്ക് നിന്റെ ഭാര്യ സംശയമുണ്ട്. അത് കണ്ടുപിടിക്കാൻ വേണ്ടിയ പാളയം വഴി വന്നത്. ഞാനിപ്പോ പാപ്പനംകോടി വഴി വന്നപ്പോ നിന്റെ ഭാര്യ ഫോണും വെച്ച് ഒരുത്തോട് സൊല്ലുന്നു, ആടിക്കുഴഞ്ഞു ഉമ്മ ഉമ്മ ഉമ്മ. പക്ഷെ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞാലും എന്റെ ഭാര്യയെ എനിക്ക് യാതൊരു സംശയമില്ല. ഒരു സംശയമില്ല. നല്ല വിശ്വാസം. എങ്ങനത്തെ വിശ്വാസം? ഭയങ്കര വിശ്വാസം. എങ്ങനെ? അവൾ എന്നെ തേച്ചുകൊണ്ടിരിക്കുകയാണല്ലോ എന്നുള്ള വിശ്വാസം. ഡോക്ടർ എനിക്ക് ഒരു 10 മിനിറ്റ് എനിക്ക് ലീവ് തരൂ. 10 മിനിറ്റ് അല്ല, നിനക്ക് 10 വർഷത്തേക്ക് ലീവ് വന്നിരിക്കുന്നു. ഓക്കെ, ഞാൻ ഇപ്പൊ വരാം. എടി വഞ്ചകി സരസമ്മേ, വരുന്നടി ഞാൻ. ഇന്ന് ഇവനെ ഒഴിവാക്കാൻ വേറെ പണിയൊന്നും ഇല്ലടേ. ഇല്ലെങ്കിൽ ഇവൻ ഡോക്ടറെ പണി ചെയ്താണ്. അതുകൊണ്ടാണ്. ഡോക്ടറെ ഈ കാലൊന്ന് നോക്കിയിട്ട് എന്തെന്ന് വെച്ചാൽ ഒന്ന് പറഞ്ഞാൽ ഡോക്ടറെ. തുണി മാറ്റണം, കമ്പി ഇടണം, പിന്നെ പിടിച്ചു നടക്കാൻ ഒരു പിടിയും വെക്കണം. യഥാർത്ഥത്തിൽ നിങ്ങൾ ഡോക്ടറാണോ അതാ കുട നന്നാക്കണ ആളാണോ? ഞാൻ അതല്ല പറഞ്ഞത്. ആ തുണി മാറ്റിയിട്ട് കാലിൽ കമ്പി ഇടണം. അപ്പൊ കാലിന്റെ സ്വാധീനം കുറയും. അപ്പൊ പിടിച്ചു നടക്കാൻ വേണ്ടി ഒരു പിടിയുള്ള കമ്പ് വേണമെന്നാ പറഞ്ഞത്. ഡോക്ടറെ, എന്റെ ഈ ഗ്യാസ് ഒന്ന് മാറ്റി തരണം. എന്റെ കഥ കേട്ട ഡോക്ടർ കരയും. എനിക്ക് ഗ്യാസ്, എന്റെ പെങ്ങക്ക് കാലിലാണി, അയ്യോ എന്റെ അനിയന് മൂത്രത്തി കല്ല്. എന്റെ കാര്യം പോട്ടെന്ന് വെക്കാം, പക്ഷെ എന്റെ അനിയന്റെ അനിയത്തിയുടെയും കാര്യം കല്ലുമാണി. എന്താണ് ഇതിനൊരു പ്രതിവിധി? ഇതിന് മരുന്നൊന്നും കഴിക്കേണ്ട ആവശ്യമില്ല. അവിടെ ഹാർഡ്വെയർസിൽ പോയിട്ട് ഒരു ചുറ്റിൽ വലിച്ചോണ്ട് പോയാൽ മതി. അനിയന്റെ ആ കല്ല് അടിച്ചു പൊട്ടിക്കുക, അനിയത്തിയുടെ ആണി വലിച്ചു. എന്താണ് ഡോക്ടർ? സരള പ്രസവിച്ചു. ഡോക്ടർ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ ജനിച്ചാലിടുന്ന കുട്ടിക്ക് ജെട്ടിടിക്കാമോ? ജനിച്ചിട്ട് എനിക്കിപ്പോ 52 വയസ്സായി. ഞാൻ ഇന്നേ വരെ
പിന്നല്ലേ ജനിച്ച കുട്ടിക്ക് പോ. ഡോക്ടറോട് ചോദിക്കാൻ വന്ന എന്നാണ് പറയാൻ? അല്ല ഡോക്ടർ, അപ്പൊ ഞങ്ങളെ കാര്യം എന്തായി? എന്ത് ഞങ്ങളെ കാര്യം എന്തായി എന്ന് പറ. കുറെ നേരം കൊണ്ട് ഡോക്ടർ പറഞ്ഞല്ലേ ഇപ്പൊ ശരിയാക്കി തരാം, ഇപ്പൊ ശരിയാക്കി എടാ, തരാം, ഇപ്പൊ ശരിയാക്കി തരാന്ന്. ഇപ്പൊ ശരിയാക്കി തരാം ഇങ്ങനെ പറയാൻ തരുമെന്ന് പറ. എടാ ഇന്ന് അപ്പടി നിനക്ക് എക്സ്റേ, നിനക്ക് സ്കാനിങ്, ഇതൊക്കെ എവിടെ പോയി എടുക്കും? ഇവിടെന്ന് ഇവിടുന്ന് അതിനുള്ള സൗകര്യം ഗവൺമെന്റ് അതിനുള്ള സൗകര്യമില്ല. പിന്നെ എടാ ഇതൊക്കെ പുറത്തു പോയി നല്ല ആശുപത്രി കാണിച്ച് ഇതൊക്കെ എടുത്ത് നല്ല ചികിത്സ നടത്താൻ വേണ്ടി നിനക്കൊക്കെ ഞാൻ ആംബുലൻസ് ഇപ്പൊ ശരിയാക്കി തരാം.